പാപത്തിന്റെ ചങ്ങലകളിൽ നിന്നും മോചിതരാക്കി വിശുദ്ധിയുടെ വെള്ളവസ്ത്രം ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ പതിച്ചു നൽകുന്നു. ആ വിശുദ്ധി കളങ്കപ്പെടുത്താതെ ജീവിക്കുന്നവർക്ക്, അവന്റെ വചനം പ്രഘോഷിക്കുന്നവർക്ക് അവൻ അതിൽ തന്റെ തിരുമുഖം പതിച്ചു നൽകുന്നു. അവന്റെ സ്നേഹത്തിന്റെയും കരുണയുടെയും ക്ഷമയുടെയും മുഖമാകാൻ വിളിക്കപ്പെട്ടവരാണ് നാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു വിശുദ്ധിയുടെ വെള്ളവസ്ത്രം. സ്വർണവും നീര കുന്തുരുക്കവും കാഴ്ചകളിലേക്ക് നമസ്കരിച്ചു. നിങ്ങൾ ആരെയാണ് പ്രഘോഷിക്കുന്നത്? നമുക്കായി മണ്ണിൽ അവതരിച്ച ആ രക്ഷകനായ യേശുക്രിസ്തുവിനെ കുറിച്ച്. കാടും മലയും താണ്ടി അങ്ങ് ഗനസേനരുടെ നാട്ടിലും ഗലീലിയയിലും യോർദ്ദാന്റെ മറുകരയിലും യേശുവിന്റെ കഥകൾ പാടി നടന്ന ആ മനുഷ്യൻ നിങ്ങൾ തന്നെ. അതെ, ഇത് എന്റെ മകൾ വെറോനിക്ക. ഞങ്ങൾ യേശുവിനെ പറ്റി കൂടുതൽ അറിഞ്ഞാൽ കൊള്ളാമെന്ന്. എന്താ പറഞ്ഞു തരാലോ? ഇതിനു വേണ്ടിയല്ലേ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പോലും യേശു എന്നെ വിളിച്ചിരിക്കുന്നത്? അല്ലേ യേശു എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി? ആ വെറോനിക്ക, തുടങ്ങാം. നമ്മുടെ പൂർവികർ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഗോത്രത്തിൽ പിറന്ന ആ രക്ഷകനെ പറ്റി കേൾക്കുവാൻ കാനായിൽ കല്യാണരാവതും പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി തന്നോടൊത്താവാൻ തൻ ദൗത്യം പേരാ 12 പേരെ തിരഞ്ഞെടുത്തു. രോഗികൾ പീഡിത ദുർബലരാ ആയിരങ്ങൾക്കവൻ സൗഖ്യമേകി. 5 അപ്പം കൊണ്ട് 5000 പേർ സാമോദം ഭക്ഷിച്ചു തൃപ്തരായി. ആക്രോശിച്ചാർത്ത തിരമാലയെ ശാസിച്ച് ശാന്തനാക്കിയവൻ താൻ. മരണം ഗ്രസിച്ചോരു ലാസറിനെ മരണത്തിൽ നിന്നും അവൻ വിളിച്ചു. ലാസറുയർത്തു. അന്ധനും മൂകനും ബധിരനും തൻ സാന്ത്വന സ്പർശത്താൽ സൗഖ്യമേകി. തളർവാദ രോഗി തൻ ശയ്യയോ
ഞങ്ങൾക്കും കാണണമെന്നുണ്ട്. ഒന്ന് കാണിച്ചു തരാമോ? അതെ, ഈശോ ഇപ്പോൾ എവിടെയാണെന്ന് വെച്ചാ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. അപ്പോ ഒരു പക്ഷെ നിങ്ങൾക്കും യേശുവിനെ കാണാൻ സാധിക്കും. എത്രയാണ് പേരുടെ രോഗങ്ങളാണ് മാറ്റിയിരിക്കുന്നത്. മരിച്ചതിക്കൊന്നും ഉയർപ്പിച്ചവനാണ്, അവനാണ് വരുവാനിരിക്കുന്ന വിഷയം. സഹോദരൻ, നിങ്ങൾ യേശുവിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ അവരെ കണ്ടിട്ടാ വരുന്നത്. യേശുവിനെ കണ്ടിട്ടോ? അതെ. അവൻ ഇപ്പോൾ എവിടെയുണ്ട്? ജെറുസലേമിൽ. ജെറുസലേമിലേക്കുള്ള അവന്റെ രാജകീയ പ്രവേശനം കഴിഞ്ഞ് വരികയാണ്. രാജകീയ പ്രവേശനമോ? അതെ. അവനൊരു കള്ളക്കുട്ടിയുടെ പുറത്ത് കയറി ജെറുസലേമിലേക്ക് എണ്ണ. ജനങ്ങൾ അവർ വസ്ത്രങ്ങൾ തിരുവേദിയിൽ വിളിച്ചു, സൈത്യം കൊമ്പുകൾ വിതറി അവനെ സ്വീകരിച്ചു. അവർ ഉച്ചത്തിൽ അവർ വിളിച്ചു പറഞ്ഞു, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ പരിശുദ്ധൻ, ഇസ്രായേലിന്റെ രാജാവായവൻ വാഴ്ത്തപ്പെട്ടവൻ. ഇപ്പോഴും ജെറുസലേമിൽ തന്നെ ഉണ്ടോ? ഇത് കഴിഞ്ഞിട്ട് 2 നാൾ പിന്നിട്ടു. ഇപ്പോൾ നിങ്ങൾ പുറപ്പെട്ടാൽ 2 നാൾക്കും അവിടെ എത്തിച്ചേരാനാണ്. അതായത് പെസഹായുടെ അന്ന്. ഈ പെസഹാ ദിനത്തിൽ അവർ ജെറുസലേമിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ? ജെറുസലേമിലേക്ക്. ജെറുസലേമിലെ തെരുവീഥികളിലൂടെ അവിടുന്ന് വരുമ്പോ അവിടുന്ന് എന്നെ അണിയിച്ച ഈ വെള്ളവസ്ത്രം ഞാൻ വഴിയിൽ വിരിക്കും. അവിടുത്തെ കാൽപാദം പതിഞ്ഞ വെള്ളവസ്ത്രം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇനിയുള്ള കാലം എനിക്കത് മതി. ഓളെ വേദനിക്കാം. ആ വെള്ളവസ്ത്രം യേശു കൊടുത്തതാണെന്നു എപ്പോൾ എവിടെ വെച്ച്? ജെറുസലേം വരെ എത്താനുള്ള സമയമുണ്ടല്ലോ. അതെ, നമുക്ക് കഥ കേട്ട് കേട്ട് പോവാം. കഥ പറയൂ ചേച്ചി. ശരി, ഞാൻ പറയാം. ശ്രദ്ധിച്ച് കേൾക്കണം. കൃത്യമായി പറഞ്ഞാൽ 13 വർഷങ്ങൾക്ക് മുമ്പ് ഹീറോദേസ് രാജാവിന്റെ മടന്മാരിൽ ഒരാളായിരുന്നു എന്റെ അപ്പൻ. ഇസ്രായേലിലെ ബെത്ലഹേമിൽ ജനിച്ചതാണ് 3 ജ്ഞാനികളായ രാജാക്കന്മാർ കിഴക്കിൽ നിന്ന് വന്നിരുന്നു. അവർ ഹീറോദേസിനോട് ചെന്ന് പറഞ്ഞു, യൂദന്മാരുടെ രാജാവ് ജനിച്ചതാണ്, അവരെ കാണാൻ വന്നതാണ്. ഹീറോദേസ് അവരോട് ശിശുവിനെ കണ്ടതിന് ശേഷം അവനെ ചെന്ന് വിവരങ്ങൾ അറിയിക്കാൻ നിർദ്ദേശിച്ചയച്ചു.
എത്തിയോ? കാത്തിരുന്ന് മടുത്തപ്പോ ഇപ്പോഴാണ് അപ്പനും വേറൊരിക്കും കൂടി അമ്മ ഇറങ്ങിയത്. കഷ്ടായി. അല്ല, എന്തത്ര വൈകിയേ? ഇന്ന് ഹേറോദേസ് മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ കിഴക്ക് നിന്ന് 3 ജ്ഞാനികൾ വന്നിരുന്നു. അതായിരുന്നു. അവര് പറയാ യഹൂദരുടെ രാജാവ് നസ്രത്തിലെ ബെത്ലഹേമിൽ ജനിച്ചു എന്ന്. എന്നിട്ടെന്താ അവര് ശിശുവിനെ കണ്ട് സ്വർണവും മീരയും കാഴ്ചവെക്കാൻ വന്നത്രേ. അപ്പോ യഹൂദജനം കാത്തിരുന്ന ആ രക്ഷകൻ ഭൂജാതനായി എന്നാണ് പറയുന്നത്. ദാവീദിന്റെ പുത്രൻ ബെത്ലഹേം നഗരിയിൽ നിന്നായിരിക്കും എന്നൊരു പ്രവാചക വചനവുമുണ്ട്. എന്നിട്ടെന്തുണ്ടായെന്ന് പറയും. എടുക്കം കൂട്ടാതെ എന്നിട്ടെന്തുണ്ടാവാനാ? ശിശുവിനെ കണ്ടു കഴിയുമ്പോ തിരിച്ചു വന്ന് അറിയിക്കണമെന്ന് പറഞ്ഞു രാജാവ് അവരെ പറഞ്ഞു വിട്ടു. യഹൂദരുടെ രാജാവ് ജനിച്ചു എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെരോദസ് വെറുതെ ഇരിക്കാൻ സാധ്യതയില്ല. പതുക്കെ പറയും. ചുമരുകൾക്ക് പോലും കാത്തുള്ള കാലമാണിത്. ഞാൻ ആരെയും ഭയക്കുന്നില്ല, യാഹോവയെ കൂടാതെ. ഓ, നിനക്ക് അങ്ങനെ പറയാം. എനിക്ക് അടുത്ത സൈനാധിപനാകാനുള്ളതാ. ഹെരോദസ് അയാളൊരു കുറുക്കനാണ്. തന്റെ സിംഹാസനത്തിൽ കോട്ടം തട്ടാതിരിക്കാൻ സ്വന്തം മക്കളെ പോലും കൊന്നുകളയാൻ മടിയില്ലാത്തനാണ്. അതിന് നീ എന്തിനാ ഭയപ്പെടുന്നത്? ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ല. ഒന്നല്ലെങ്കിൽ ഞാനൊരു രാജഭടനല്ലേ. നീ സംസാരിച്ച സമയം കളയാതെ ഭക്ഷിക്കാൻ കൂടി. എന്തിന്? ആ ജ്ഞാനികൾ തിരിച്ചു വന്നില്ല. സത്യം കേട്ടു എന്ന് മനസ്സിലാക്കിയ മഹാരാജാവ് 2 വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും കൊന്നുകളയാൻ കൽപ്പിച്ചിരിക്കുന്നു. ദൈവം ചെയ്ത് പോകരുത്. റാമായിൽ ഒരു സ്വരം, വലിയ കരച്ചിലും മുറവിളിയും. റാഹേൽ സന്താനങ്ങളെ കുറിച്ച് കരയുന്നു. അവളെ സാന്ത്വനപ്പെടുത്തുക അസാധ്യം. എന്തെന്നാൽ അവൾക്ക് സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു.
രക്ഷയ്ക്ക് വേണ്ടി സ്വയം ബലിയായിത്തീർന്ന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ അമ്മമാരെ ഒരാളായ ഞാൻ ശാപിക്കുന്നു. മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ തുനിഞ്ഞു നിൽക്കുമ്പോ ഇവിടെ ഇവരെ കുഞ്ഞുണ്ടായിട്ട് നോക്കണമായിരുന്നു. അധികാരത്തിന്റെ അഭാവത്തിൽ സ്വന്തം മകനെ പോലും രക്ഷിക്കാൻ നിങ്ങൾക്കായോ? നമ്മുടെ കുഞ്ഞിനെ ആണെങ്കിൽ ഈ ചുവപ്പാടുകളെ പിന്തുടരും. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ ശവശരീരങ്ങൾക്കിടയിൽ കുഞ്ഞുങ്ങളുടെ ചോര കൊണ്ട് ഈ കൈകൾ ഒരു സഹതാപവും അറിയിക്കുന്നില്ല. നിങ്ങളുടെ പാപം അതൊരിക്കലും പുറത്തുവിടാനാവുന്നതാണ്. പുറത്തു വെച്ച് മാതാപിതാക്കന്മാരുടെ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്ത് മരിക്കേണ്ടി വരുന്ന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ ശാപം അത് നിങ്ങൾക്കൊരു അനുഗ്രഹമാണ്. പാവത്തിന്റെ മൂത്തച്ഛനിൽ നിങ്ങളുടെ കിരാവിന് ആ കുഞ്ഞുങ്ങളുടെ രോദനം കാലം കൊണ്ടിരിക്കാൻ പോലും ചവിട്ടി വലിക്കുമോ? കറുത്തിരണ്ട ഭാഗത്തു നിന്നും ധാരധാരയായി ഒലിച്ചിറങ്ങുന്ന മഴത്തുള്ളികളെ നെഞ്ചിലേറ്റി നിങ്ങൾ തേടും. അത് വെറും മഴത്തുള്ളികളല്ല, നിങ്ങളുടെ കത്തിയെരിഞ്ഞു പോയ നിങ്ങൾ ഓടിയിറങ്ങിയ നിങ്ങളുടെ കണ്ണുനീര നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളറിൽ പശ്ചാത്താപത്തിന് ജ്വലിക്കുന്ന കടലിൽ ആളിക്കത്തുമ്പോൾ ഒരിക്കൽ നിങ്ങളവരെ കാണും. നിങ്ങൾ കൊല്ലാൻ ശ്രമിച്ച ആ രക്ഷകരെ. അനുജന്റെ ശരീരം തേടി അപ്പൻ പല ശ്മശാനങ്ങളിലും നടന്നു. അവസാനം അപ്പൻ ആ ശ്മശാനത്തിൽ തന്നെ കഴിച്ചുകൂടി. അങ്ങനെ അപ്പന്റെ ദേഹത്ത് ഒരുപാട് പിശാചുകൾ കൂടി ലഗ്യോനായി മാറി. ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചിടാനാകാത്ത, കല്ലുകൾ കൊണ്ട് സ്വയം മുറിവേൽപ്പിക്കുന്ന അനേകം സാത്താന്മാർ കുടികൊള്ളുന്ന ലഗ്യോൻ പിന്നെയും വർഷങ്ങളായി.
ഇല്ല, അതൊക്കെ ഇവരൊന്നും തോന്നലല്ലേ? നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇന്നവനെ കാണാം. കണ്ടാൽ വിശ്വാസമൊക്കെ താനേ വന്നോളൂ. നീ ആരെ കാണുന്ന കാര്യമായി പറയട്ടെ? അവൻ ഈ ശ്മശാനത്തിലെ താമസം എന്ന് കേട്ടിട്ടുണ്ട്. ചങ്ങലകളാൽ ബന്ധിച്ചിടാൻ കഴിയാത്തവൻ, സ്വയം മുറിവേൽപ്പിച്ച് ആനന്ദം നൂരുന്നവൻ, ലഗിയോൻ. അവന് ഒരു പിശാചില്ല, ഒരു കൂട്ടം പിശാചികളുണ്ടെന്നാ പറയുന്നത്. ഒരു കൂട്ടം പിശാചുകൾ തലയ്ക്കുന്ന വെളിവിൽ ഒരു കൂട്ടം പിശാചുക്കളുടെ കാര്യം പറഞ്ഞിട്ട് ഇവൻ എവിടേക്കാ ഓടുന്നത്? ഇവന് ശരിക്കും അമ്മയുടെ ഉദരത്തിൽ വെച്ച് പോലും കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് ഇവരല്ലേ? ഇവരല്ലേ ലഗിയോ? ഞാൻ ചങ്ങലകൾ കൊണ്ടുള്ള ബന്ധുക്കളെ പൊട്ടിക്കുന്നു. എന്നാൽ ഇവരോ മാതാപിതാക്കന്മാരും മക്കളും തമ്മിലുള്ള ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധുക്കളെ പൊട്ടിക്കുന്നത് ഇവരല്ലേ? ഇവരല്ലേ ലഗിയോ? അടിപ്പെട്ട് സ്വയം നശിക്കുന്നത് ഇവരല്ലേ? ഇവരല്ലേ ലഗിയോ? നിങ്ങൾ എവിടെ പോ? പുതുസ്ഥലങ്ങളും മാന്യമായ വസ്ത്രം ധരിക്കാത്തത് ഇവരല്ലേ? ഇവരല്ലേ ലഗിയോ? അയ്യോ, നിങ്ങളെ വിട്ടു പോ. നിങ്ങൾ അങ്ങനെ പറ്റില്ല. അയ്യോ, നീ എന്തിനാണ് കാര്യം? എന്താണ് നിന്റെ പേര്? ജീവനുള്ള ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു, ഇവനെ വിട്ടു പോകുക. ഞാൻ നൽകുന്ന വിശുദ്ധിയുടെ ഈ വെള്ളവസ്ത്രം കളങ്കപ്പെടുത്താതെ ഇനിയുള്ള കാലം ജീവിക്കും. നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളറയിൽ പശ്ചാത്താപത്തിന്റെ ജ്വലിക്കുന്ന കനലുകൾ ആളിക്കത്തുമ്പോൾ ഒരിക്കൽ നിങ്ങൾ അവനെ കാണും. നിങ്ങൾ കൊല്ലാൻ ശ്രമിച്ച ആ രക്ഷകനെ. പിന്തുടരാൻ അനുവദിക്കണമേ. വേണ്ട, നീ നിന്റെ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോകുക. അവരവിടെ നിനക്കായി കാത്തിരിക്കുന്നു. കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തുവെന്ന്, എങ്ങനെ നിന്നോട് കരുണ കാട്ടിയെന്ന് നീ നിന്റെ സ്വന്തക്കാരോടും ബന്ധുക്കാരോടും നാട്ടുകാരുടെ ഇടയിൽ പോയി അറിയിക്കുക.
ജെറുസലേമിലെ ഈ മഹാനഗരത്തിൽ നാം എങ്ങനെ യേശുവിനെ രാജാവായ യേശുവിനെ എല്ലാവരും അറിയില്ലേ? എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ അവരെല്ലാം കൊല്ലും. നിങ്ങൾ ആരും കൊല്ലില്ല. യഹൂദ രാജാവായ യേശുവപ്പോ നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത്? രാജാവിന് 30 വെള്ളിക്കാശ് ഞാൻ ഒറ്റിക്കൊടുത്തു. എന്നിട്ട് അവരവിടെ രാജാവിനെ എനിക്കെല്ലാം വ്യക്തമാകുന്നു. അവൻ ഈ ഭൂമിയിലേക്ക് വന്നത് എന്റെയും നിന്റെയും ലോകം മുഴുവനെയും പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവനാ മലയിലേക്ക് പോകുന്നത് നമുക്ക് വേണ്ടി ബലിയാവാനാണ്. കാൽവരിയിലെ മരക്കുരിശിൽ 3 മണികൾ ആകാശത്തിനും ഭൂമിക്കുമിടയിൽ അവസാനത്തുള്ളി ചോരയും ചിന്തിക്കൊണ്ട് നമ്മെ വീണ്ടെടുക്കാൻ അവനെ തേടുന്നവർക്ക്, അവന്റെ പാദം പിടിച്ചെല്ലുന്നവർക്ക്, അവന്റെ വചനം പ്രഘോഷിക്കുന്നവർക്ക് അവൻ പതിച്ചു നൽകുന്നത് അവന്റെ തിരുമുഖമാണ്. അവന്റെ സ്നേഹത്തിന്റെയും കരുണയുടെയും ക്ഷമയുടെയും മുഖമാകാൻ വിളിക്കപ്പെട്ടവരാണ് നാം. ഇനിയുള്ള കാലം ഞാൻ ചതുമുട്ടി പാടും എന്റെ യേശുവിന്റെ വചനം